സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളും കാതുകളും നമ്മുടെ ഹൃദയങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. സർവസൃഷ്ടജാലങ്ങൾക്കുമൊപ്പം കർത്താവെ ഞങ്ങളും അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കുരിശിൽ ബലിയായി തീർന്ന കർത്താവെ, അവസാന തുള്ളി രക്തം പോലും ഞങ്ങൾക്ക് വേണ്ടി ചിന്തി. ആ തിരുരക്തത്താൽ ഞങ്ങളെ വില കൊടുത്തു വാങ്ങി. ആ തിരുരക്തത്തിൻ്റെ മുദ്രയാൽ ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന ഏറ്റവും പരിശുദ്ധ സ്നേഹമായ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓരോ നിമിഷവും ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ, ഓരോ നിമിഷവും ഞങ്ങളുടെ ഒപ്പമായിരുന്ന് ഞങ്ങളിൽ അലിഞ്ഞു ചേരുവാൻ ദിവ്യകാരുണ്യമായി തീർന്ന കർത്താവെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാ വേദനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും, ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ തിക്താനുഭവങ്ങളും നൊമ്പരങ്ങളും, ഞങ്ങളെല്ലാ കണ്ണുനീരും കർത്താവെ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഓരോ ജീവിത വീഥികളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഏറ്റവും പരിശുദ്ധ ഈശോയുടെ തിരുഹൃദയമേ, ഏറ്റവും മാധുര്യമുള്ള ഈശോയുടെ തിരുഹൃദയമേ, അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ. എന്നോടുള്ള സ്നേഹത്തിനു വേണ്ടി ജീവൻ പോലും നൽകിക്കൊണ്ട്, എന്നോടുള്ള സ്നേഹത്തിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കേണ്ട എല്ലാ ശിക്ഷകളും എനിക്ക് വേണ്ടി ഏറ്റെടുത്തുകൊണ്ട്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട കർത്താവേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങയെ ആരാധിക്കുന്നു, ഞാനങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് നമ്മോട് കാണിച്ച ആ വലിയ സ്നേഹത്തിൻ്റെ മുൻപിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ജൂൺ മാസത്തിലെ അവസാനത്തെ ദിവസം ഈശോയുടെ തിരുഹൃദയത്തിനോട് നമ്മൾ ഈ മാസം മുഴുവനും പ്രാർത്ഥിക്കുകയാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മുറിവേറ്റ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയം, പിതാവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ രഹസ്യങ്ങളൊക്കെയും ഒളിപ്പിച്ചു വെച്ച ഈശോയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയം, നമുക്ക് വേണ്ടി ഏറ്റെടുത്ത പീഡകളാൽ നമ്മളോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയം, ആ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്കും ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും മാധുര്യമുള്ള ഈശോയുടെ തിരുഹൃദയമേ, അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ. ഈശോയെ നോക്കി നമുക്കും പ്രാർത്ഥിക്കണം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. ദൈവത്തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ തെറ്റുപറ്റാത്തവരായിട്ടും വീണു പോകാത്തവരായിട്ടും നമ്മളിൽ ആരുമില്ല. പല ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾക്കെല്ലാവർക്കും പലതരത്തിലുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, തീരുമാനങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, അറിഞ്ഞു പറയാതെ നമ്മൾക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചെയ്തു പോയ നമ്മുടെ ജീവിതത്തിലെ ചെയ്തികളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ദുഃഖിക്കേണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷേ
എല്ലാം പൊറുക്കുന്ന കർത്താവ് ഓരോ നിമിഷവും ഉയർത്തെഴുന്നേറ്റ് വരാൻ നമ്മൾ ഓരോരുത്തരെയും കൈപിടിച്ച് ഉയർത്തുകയും നമ്മളെ വിളിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സത്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ ബൈബിള് എന്ന് പറയുന്നത്, ഈ ഒരു തിരുവചനം ഒരിക്കലും എല്ലാം തികഞ്ഞവരുടെ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളവരുടെ, ഒരിക്കലും തോൽക്കാത്തവരുടെയോ ഒരു പുസ്തകമല്ല. പിന്നെയോ ബൈബിളിൽ ഉടനീളം നമ്മൾ കണ്ടുമുട്ടുന്ന ഒട്ടുമിക്ക കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ വീണിട്ടുള്ളവരാണ്, വീണുപോയവരാണ്, തകർന്നു പോയവരാണ്. പക്ഷെ അവരെല്ലാവരും തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന ഓരോരുത്തരും തകർച്ചയിൽ നിന്ന് തിരിച്ചെഴുന്നേറ്റ് വന്നവരാണ്. ഒരിക്കലും ലോകം വിജയിക്കില്ലെന്ന് കരുതിയ ഓരോരുത്തരും, ബലഹീനരെന്ന് കരുതിയ ഓരോരുത്തരും വിജയികളായി മാറിയതിൻ്റെ കഥയാണ് ഈ ഒരു തിരുവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ ജീവിതം പോലും എടുത്ത് നമുക്കറിയാം, ഈ ഭൂമിയിലായിരുന്ന കാലങ്ങളിലൊക്കെയും ലോകത്തിൻ്റെ കണ്ണിൽ ഏറ്റവും പ്രതിഭാശാലിയും പ്രധാനിയും വീരശൂരപരാക്രമിയുമായിട്ടല്ല കർത്താവ് ജീവിച്ചത്. പിന്നെയോ നമ്മളിൽ ഒരാളായിട്ട്, ഏറ്റവും ബലഹീനമായൊരു കഥാപാത്രമായിട്ട്, ഏറ്റവും അപമാനിക്കപ്പെട്ട് മരണപ്പെട്ട് ആർക്കും വേണ്ടാത്തതുപോലെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച് സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ കർത്താവാണ്. പ്രിയമുള്ളവരെ, നമ്മളൊരിക്കലും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഈശോയുടെ കരം പിടിക്കുമ്പോൾ നമ്മൾ ആരും ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്നുള്ളൊരു വലിയ സത്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു നിമിഷം ആഴ്ന്നിറങ്ങട്ടെ. മോശയുടെ ജീവിതം നമുക്കറിയാം. മരുഭൂമിയിൽ ചെയ്ത കുറ്റത്തെ ഓർത്ത് ആത്മനിന്ദയോടെ ജീവിച്ച ആ വ്യക്തി, കർത്താവ് മോശയെ മരുഭൂമിയിൽ നിന്ന് തിരിച്ചു വിളിച്ചു ആ ജനത്തിൻ്റെ വലിയ ഒരു നായകനാക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഒരു പക്ഷേ കളിയാക്കിയ, ശബ്ദനെന്ന് വിളിച്ച അബ്രാഹാം ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ദൈവത്തോട് ചേർന്ന് നിന്നു, പ്രത്യാശയോടെ ജീവിച്ചു. പ്രത്യാശയ്ക്ക് വകയില്ല എന്ന് കരുതിയെടുത്ത് പോലും കർത്താവിനോട് ചേർന്ന് നിന്ന അബ്രാഹാം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, പ്രിയമുള്ളവരെ, ആ കർത്താവിനോട് ചേർന്ന് നിന്ന് തൻ്റെ ജീവിതത്തിലെ എല്ലാ കണ്ണുനീരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. ഇങ്ങനെ ഒത്തിരിയേറെ കഥകൾ ഈ ഒരു തിരുവചനത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പത്രോസിൻ്റെ ജീവിതം നമുക്കെടുക്കാം. കർത്താവിനോട് കൂടെ നടന്ന് കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ച് കർത്താവിൻ്റെ പ്രബോധനങ്ങൾ കേട്ടതിന് ശേഷവും ധൈര്യശാലിയായിട്ട് ഞാൻ ഒരിക്കലും കർത്താവിനെ വിട്ടുപോവില്ല, അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ജീവിതത്തിൻ്റെ ആ ബലഹീന നിമിഷത്തിൽ കർത്താവിനെ തള്ളിപ്പറയേണ്ടി വന്ന പത്രോസിനെ നമുക്കറിയാം. സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവിനെ സ്നേഹിക്കുന്നവനും വീണേക്കാം, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവനും വീണേക്കാം. പക്ഷെ അവൻ്റെ വീഴ്ച മാരകമായിരിക്കും, അവന് മുറിവേൽക്കുകയില്ല. കാരണം കർത്താവ് അവൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നവർ വീഴുന്നത് കർത്താവിൻ്റെ കൺവെട്ടത്താണ്. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം കർത്താവ് പത്രോസിനെ നോക്കുന്നത് നമുക്കറിയാം. ആ ഒരു നോട്ടത്തിൽ പത്രോസ് ഉരുകി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ ഇങ്ങനെ ജയപരാജയങ്ങളൊരു കഥയാണ്, വീഴ്ചകളുടെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഒരു കഥയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഒരിക്കലും നമ്മുടെ പ്രത്യാശ കെട്ടുപോകാൻ നമ്മൾ അനുവദിക്കരുത്. ചുറ്റുമുള്ളവർ നമ്മളെ കളിയാക്കിയേക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ലോകം നമുക്ക് ശത്രുവായിട്ട് കണ്ടേക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തോടുള്ള മൈത്രി ലോകത്തോടുള്ള ശത്രുത തന്നെയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ സാധിച്ചെന്ന് വരത്തില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് ഒത്തിരിയേറെ എതിർപ്പുകൾ, വിമർശനങ്ങൾ, കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നേക്കാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയും ലോകത്തിൻ്റെ കണ്ണിൽ എന്നും ഒരു പക്ഷേ ഭ്രാന്തനെന്നോ അതല്ലെങ്കിൽ രാജ്യദ്രോഹിയെന്നോ കുറ്റവാളിയെന്നോ പല രീതിയിൽ മുദ്ര ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കുക, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്ക് എതിര് നിൽക്കും
എന്ന് പറഞ്ഞ പൗലോസ് ലിഹായെ പോലെ കർത്താവ് എൻ്റെ അഭയവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം എന്നിവർ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട ഒരു ആത്മധൈര്യം അതാണ്. എൻ്റെ ദൈവം, എന്നെ കരുതുന്ന ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളും, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴികളും ദൈവത്തിനറിയാം. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അവിടത്തേക്ക് നന്നായി അറിയാം. അവിടുത്തെ കരവലയത്തിൽ ഞാൻ എന്നും സുരക്ഷിതയാണെന്നൊരു ചിന്ത. ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനിയും ഓരോ പടയാളിയാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ പടയാളിയാണ്. അതുകൊണ്ടാണ് പത്രോസ് ലേഖ പറയുന്നത്, ക്രിസ്തുവിൻ്റെ നല്ല പടയാളികളെ പോലെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. പൗലോസ് ലേഖ നമ്മോട് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ പടയാളി എന്ന നിലയിൽ എല്ലാ തരത്തിലുമുള്ള ആത്മാവിൻ്റെതായ എല്ലാ പടച്ചട്ടയും നമ്മൾ അണിയണം. ഒരു യോദ്ധാവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ മനോഭാവം എന്താ? ഒരിക്കലും തോറ്റ് പിന്മാറില്ലെന്നൊരു മനോഭാവം. ദാറ്റ് ഐ വിൽ നെവർ ഗിവ് അപ്പ്. ഞാൻ പ്രത്യാശ നഷ്ടപ്പെട്ട് എല്ലാം ഇട്ടുപേക്ഷിക്കില്ല എന്നൊരു മനോഭാവം. അവൻ കരഞ്ഞേക്കാം, പക്ഷെ കണ്ണുനീര് തുറന്നു കഴിയുമ്പോൾ കൂടുതൽ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന ആത്മധൈര്യം, അത് ദൈവത്തിലുള്ള പ്രത്യാശയിൽ നിന്നും ആശ്രയത്തിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് മിക്ക പ്രവാചകൻ ഇസ്രായേലിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും, അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തി തരികയും ചെയ്യുന്നത് വരെ അവിടുത്തെ രോഷം പോലും ഞാൻ സഹിക്കും. അവിടത്തേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് പോലും പറയുന്നത്, അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും, ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഉറപ്പാണ് പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവ് എന്നെ കാത്തുകൊള്ളും. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴിത്താരകളിലും അവിടുന്ന് എൻ്റെ ജീവിതത്തെ നയിച്ചുകൊള്ളുമെന്നൊരു ഉറപ്പ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിക്കും മുന്നോട്ടുള്ള എല്ലാ വഴിയും ഒരു നിമിഷം തന്നെ എല്ലാം കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കണമെന്നില്ല. പക്ഷേ ഒരു ചുവട് വയ്ക്കാനുള്ള വെട്ടം എപ്പോഴും കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കും. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഒരു നിമിഷം അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്താൽ നമ്മളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുത്തെ കരുണയ്ക്ക് മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നിമിഷം പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ നയിക്കുന്ന മാർപ്പാപ്പയെയും മെത്രാന്മാരെയും അജപാലകരെയും എല്ലാം കർത്താവിൻ്റെ ദിവ്യഹൃദയത്തിൻ്റെ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ പരിശുദ്ധ തിരുഹൃദയമേ, അവിടുത്തെ ദിവ്യകാരുണ്യം ആഗ്രഹിക്കുന്നത് പോലെ ലോകത്തിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ പാപികളുടെ മനസ്സാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവസ്നേഹം വിളഞ്ഞു നിൽക്കുന്ന വിളനിലങ്ങളായിട്ട് അങ്ങ് മാറ്റണമേ. കർത്താവെ, രോഗികളായിട്ട് കഴിയുന്നവരെയും ജീവിത ക്ലേശങ്ങളാൽ വലയുന്നവരുടെ വിലം കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടന്മേലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.